ഹായ്, കണ്ടോ ചക്ക? ഇപ്രാവശ്യം ചക്ക ഉണ്ടായിട്ടുണ്ടല്ലോ. ഞങ്ങളുടെ പ്ലാവയിൽ ഒരു ചെറിയ 2 ചക്ക ഉണ്ടായി, ഏതേ ഉള്ളൂ. പക്ഷേ ഇഷ്ടംപോലെ ചക്ക ഞങ്ങൾക്ക് കിട്ടി, ഇവിടുന്ന് ഒക്കെ കിട്ടി. ഇതിപ്പോൾ എൻ്റെ ഫ്രണ്ട് ലക്ഷ്മിയുടെ അച്ഛന് കൊണ്ടു തന്നതാണ്. സത്യം പറഞ്ഞാൽ ഇതുവരെ മുറിച്ച് നോക്കിയിട്ടില്ല, പച്ചയാണോ പഴുത്താണോ എന്ന്. പച്ചയാണെങ്കിൽ ഞങ്ങളൊരു പുഴുക്ക് വെക്കാൻ പോവാം. എല്ലാം കൂടെ ഒന്നും എടുത്ത് വെക്കത്തില്ല, പകുതി ഒരു പുഴുക്ക് വെക്കും. അതിൻ്റെ കൂടെ ഒരു കഞ്ഞി ഉണ്ടാക്കും. കഞ്ഞി, പുഴുക്കും, മീൻ കറി. അരിയേട്ടൻ പോയിട്ടുണ്ട്, മീൻ കിട്ടുവാണെങ്കിൽ വാങ്ങിച്ചോണ്ട് വരാമെന്ന് പറഞ്ഞു. മത്തിയോ അതിൽ ഏതായാലും മതി എന്ന് പറഞ്ഞു ഞാൻ. അപ്പം ഞാനിത് ആദ്യം ഒന്ന് വെട്ടി പൊളന്നുകൊണ്ട് വരട്ടെ. ഭയങ്കര ടാസ്ക്കാണ്, കാരണം എൻ്റെ വെട്ട് ഒരു ചക്കലം മൂർച്ചയില്ല. ഇത് വെളിയിലോട്ട് കൊണ്ടുവന്ന് വെളിയിലിട്ടങ്ങ് വെട്ടാം എന്ന് വിചാരിച്ചു. അമ്മച്ചി ഞാൻ അപ്പുറത്തിട്ട് വെട്ടാങ്കി ഉണ്ടല്ലോ, അത് വേറെ രീതി പോവും. ഇത് കണ്ടോ, ആഹാ കണ്ടാ, ചെറുതായിട്ടൊരു കളർ വ്യത്യാസമുണ്ട്, പക്ഷെ ഒട്ടും മധുരമില്ല. എന്താ നോക്കിക്കേ, കണ്ടാ, ചെറിയൊരു കളർ വ്യത്യാസം എന്ന് അത്ര പറയാമെന്നേ ഉള്ളൂ, പക്ഷെ ശകലം മധുരമില്ല. നമുക്ക് പുഴുക്കിനുള്ള പരിപാടി. ചകിരി കഷ്ണമൊക്കെ ഇട്ട് നമുക്കിതിൻ്റെ അരക്കൊക്കെ അങ്ങ് കളയാം. കയ്യിൽ എണ്ണ വെട്ടിയില്ല, മറന്നുപോയി. ഇത് ചെറിയ കഷ്ണങ്ങളാക്കി നമുക്ക് മുറിച്ചെടുക്കണം. പ്രാവശ്യം ചക്ക ഇഷ്ടംപോലെ കിട്ടിയതുകൊണ്ട് ചക്കക്കുരുവൊക്കെ ഇഷ്ടംപോലെ കിട്ടി. ചക്കക്കുരു മെഴുക്കുരട്ടിയും ചക്കക്കുരു മാങ്ങായും ഒക്കെ ഉണ്ടാക്കി ഇഷ്ടം പോലെ കഴിച്ചു. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ ചക്ക വിലയ്ക്ക് വാങ്ങിക്കുമായിരുന്നേ, പ്രാവശ്യം അതൊന്നും വേണ്ടി വന്നില്ല. ഇത് വരിക്കച്ചക്കയാണ്. നോക്കിക്കേ, കണ്ട, ചെറിയ പീസായിട്ടൊക്കെ മുറിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ ഇതൊക്കെ വെട്ടിക്കളഞ്ഞ്, കൂഞ്ഞൊക്കെ വെട്ടിക്കളഞ്ഞ്, ഇനി ചക്കച്ചോളയൊക്കെ എടുക്കണം, കുരു വേറെ ആക്കണം. കണ്ടോ, ഇതിൻ്റെ മടലും ഒക്കെ വെച്ചിരുന്നാൽ ഒരു ചക്കയവിയൽ ഉണ്ടാക്കാം. അതിനി അടുത്ത ദിവസത്തെ ചക്കയവിയലായിരിക്കും. അമ്മ മിക്കവാറും അങ്ങനെയൊക്കെ ചെയ്യുള്ളൂ. ഇതിപ്പം ഞാനിതെല്ലാം റെഡിയാക്കി എടുത്തു. ഇനി ഇതിൻ്റെ എല്ലാം കൂഞ്ഞൊക്കെ വെട്ടി ഞാൻ ചുളയും ചക്കക്കുരും ഒക്കെ വേറെ തിരിച്ചുകൊണ്ട് വരാം. ശരിക്കും നല്ല ചക്ക കേട്ടോ, വരിക്കച്ചക്കയാണ്, നല്ല ചുളയൊക്കെ. ഇതെല്ലാം ഒന്ന് റെഡിയാക്കിയിട്ട് വരാം. കയ്യിലെല്ലാം അരക്കായിരുന്നു, എല്ലാം വെളിച്ചെണ്ണയൊക്കെ പുരട്ടി എല്ലാം കഴുകി കളഞ്ഞു. പിച്ചാത്തിയിലൊക്കെ നമുക്ക് അരക്കുണ്ടെങ്കിൽ നമുക്ക് പിന്നെ ഗ്യാസ് അങ്ങോട്ട് കത്തിച്ച് അതങ്ങോട്ട് തീയിലോട്ട് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ അരക്കൊക്കെ ഉരുകിപ്പോക്കോളും. എന്നിട്ട് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കുറച്ച് നേരം വെച്ചിട്ട് നന്നായിട്ട് തേച്ച് കഴിയാൽ മതി, അതെല്ലാം അരക്കെല്ലാം പൊക്കോളും. നമ്മൾ ആദ്യമേ വെളിച്ചെണ്ണ പുരട്ടി ചെയ്യാമെങ്കിൽ കുഴപ്പമില്ല, പക്ഷേ ഇത് ഞാനങ്ങ് മറന്നുപോകും. അതാണ്ട് ചക്ക ചുളയെല്ലാം എടുത്ത് ചെറുതായിട്ട് അരിഞ്ഞുകൊണ്ട് വന്നിട്ടുണ്ട്. ഇങ്ങനെ വട്ടത്തിൽ ഇങ്ങനെ അങ്ങ് അരിഞ്ഞാൽ മതി. നോക്കിക്കേ, കണ്ട, ഇതിപ്പം ചക്ക പകുതി എടുക്കുന്നുള്ളെന്നൊക്കെ വിചാരിച്ചാണേ, മൊത്തം എടുത്തു. കാരണം എന്താ പറയുക, ഞാൻ പറഞ്ഞില്ലേ എന്നെ സഹായിക്കാൻ ചേച്ചി വരുന്നുണ്ട്, കുറച്ച് പുഴുക്ക് ചേച്ചി കൊണ്ടുപോകും. അപ്പോൾ ചേച്ചിക്കും വേണമെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ആയിക്കോട്ടെ, എന്നാൽ പിന്നെ എല്ലാ ചക്ക ഫുള്ളും എടുത്തേക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ എല്ലാം അരിഞ്ഞ് റെഡിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട്.
കുറച്ച് കൂഞ്ഞ് ഇതാണ്ട് ഈ കൂഞ്ഞുണ്ടോ ചക്കയുടെ ഈ കൂഞ്ഞെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇതെന്തിനാണെന്നറിയാമോ? ഇത് നമുക്ക് തോരൻ വെക്കാം, മെഴുക്കുരട്ടി വെക്കാനും നല്ലതാണ്. ഇതും പിന്നെ ചക്കക്കുരു ഒക്കെ കൂടി ഇട്ട് ഇച്ചിരി മടലിൻ്റെ കണ്ടോ, ഇതിൻ്റെ ചക്കയുടെ ആ മടൽ ആ മുള്ളിൻ്റെ തൊട്ട് മുമ്പിരിക്കുന്ന ഇതാണ് കണ്ടോ. ഇത് നമുക്ക് ചക്ക അവിയലിനെടുക്കാം. ഇത് കൂഞ്ഞ് ചക്കക്കുരു എല്ലാം കൂടി ഇട്ട് ഇച്ചിരി മസാലപ്പൊടിയൊക്കെ ചേർത്ത് മെഴുക്കുരട്ടി ഉണ്ടാക്കും, അതുപോലെ തോരനുണ്ടാക്കും. ഇതിനൊക്കെ കൂടെ ഞങ്ങൾ റെഡിയാക്കി വെച്ചിരിക്കുക. അവിയലിനെടുത്ത് വെച്ചു, തോരനെടുത്ത് വെച്ചു, പിന്നെ വേണ്ട ചകിണി, കുറേ ചകിണി എടുത്ത് വെച്ചു. അതിൻ്റെ കൂടെ ശകലം ചക്കച്ചോളയും കൂടെ ഒക്കെ ഇട്ടിട്ട് തോരൻ വെക്കും. എന്തെല്ലാം സംഭവം ഒരു ചക്ക കൊണ്ട് കിട്ടും. അപ്പം ഇന്ന് ഞങ്ങൾ ഇതിൻ്റെ കൂടെ ഇച്ചിരി കഞ്ഞി ഉണ്ടാക്കും, പൊടിയരി കഞ്ഞി ഉണ്ടാക്കും. ഹരിയുടെ മീൻ വാങ്ങിക്കാൻ പോയിട്ടുണ്ട്, മത്തി വാങ്ങിച്ചുകൊണ്ട് വരുന്നുണ്ട്. മത്തിക്കറി വെക്കും, ചക്കപ്പുഴുക്ക് വെക്കും. സൂപ്പർ ഞങ്ങളുടെ ലഞ്ച്. നമ്മൾ പുഴുക്കുണ്ടാക്കുന്നതിന് ഒരു ശകലം ഒരു 10-12 ചക്കക്കുരു കൂടി എടുത്തിട്ടുണ്ട്. അത് 3ആയിട്ട് മുറിച്ച് അത് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ചക്കയും ചക്കക്കുരു എല്ലാം ഞാൻ കഴുകി വൃത്തിയാക്കി കൊണ്ടുവന്നതാണ്. ഇനി നമുക്ക് ചക്ക അതിലേക്കിടാം. ചക്കക്കുരു കുറച്ചുകൂടെ കൂടുതൽ ഇടണം എന്നുണ്ടെങ്കിൽ അത് ഇടുകയൊക്കെ ചെയ്യാം കേട്ടോ. അത് പ്രത്യേക സ്വാദാണ്. ഇവിടെ ഇപ്പം ഞാനൊരു 10-12 ചക്കക്കുരു എടുത്തു. മഞ്ഞപ്പൊടി ചേർക്കണം, പിന്നെ ആവശ്യത്തിന് ഉപ്പ്. പിന്നെ ഉപ്പൊക്കെ നമുക്ക് പിന്നെയും ചേർക്കാവുന്നതേ ഉള്ളൂ. വേണ്ട ഉപ്പും ചേർക്കും. ഇനി നമുക്ക് ഒരു 1.25 കപ്പ് വെള്ളം അങ്ങോട്ട് ഒഴിക്കണം. ഈ ഗ്ലാസ്സിന് 1.25 ഗ്ലാസ് വെള്ളം. ഇത് ചിലർക്കാണെങ്കിൽ ഇങ്ങനെ കുഴഞ്ഞിരിക്കണമേ, അങ്ങനെ ഇഷ്ടപ്പെടുന്നവരുണ്ട്. ഞങ്ങൾക്കൊരു ശകലം വെള്ളത്തിലിരിക്കണം. കപ്പപ്പുഴുക്കുണ്ടാക്കിയാലും ഞങ്ങൾ അങ്ങനെയാണ്, ഒരു ശകലം വെള്ളത്തിലിങ്ങനെ ഇരിക്കും. അത് ഓരോരുത്തരുടെ ഓരോ ഇഷ്ടങ്ങളാണ്. വേകുമ്പോഴത്തേക്ക് നമുക്ക് തേങ്ങ അരയ്ക്കാം. ഒരു 6-7 പച്ചമുളക് ഇട്ടിട്ടുണ്ട്. തേങ്ങ ഒരു ഇച്ചിരി വലിയ തേങ്ങയായിരുന്നു, അരമുറി തേങ്ങയോളം എടുത്തിട്ടുണ്ട്. തേങ്ങയൊക്കെ നന്നായിട്ട് ചേർക്കുമ്പോഴാണ് അതിൻ്റെ ഒരു സ്വാദ്. ജീരകം ഉണ്ടെങ്കിൽ ജീരകം ഇടുക. എനിക്ക് ജീരകം ഇല്ലാത്തതുകൊണ്ട് ജീരകപ്പൊടിയാണ് ഇട്ടത്. തേങ്ങയ്ക്ക് ഒരു വെള്ള കളർ വരാതിരിക്കാൻ നമ്മളൊരു ശകലം മഞ്ഞപ്പൊടിയും കൂടെ ചേർത്ത് ഒരു ശകലം മുളക് പൊടി, ഒരല്പം മുളക് പൊടി മതിയേ. നമുക്ക് ചുവന്ന കളറൊന്നും വേണ്ട. പാൽ പോലും ഇട്ടില്ല, തേങ്ങയ്ക്ക് ആ ഒരു കളർ വരാൻ വേണ്ടി മാത്രം ഇട്ടു. കറിവേപ്പില, ഇട്ടു. വലിയ ഒരു കുടം വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട്. നമുക്ക് അരച്ചുകൊണ്ട് വരാം. അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ഒരു തോരൻ പരുവത്തിലാണ് അരച്ചെടുക്കേണ്ടത്. അപ്പം ഞാൻ ഇതിനകത്തോട്ട് ഇനിയും തേങ്ങ ഇടുവാണ്. ഞാനത് ആദ്യം വെച്ചപ്പോൾ ഉപ്പിട്ടായിരുന്നു, ഞാനത് പറഞ്ഞോന്ന് എനിക്ക് ഓർമ്മയില്ലേ. അപ്പം അത് ഉപ്പിട്ടേക്കണേ വെക്കുമ്പോൾ. മിക്സിയുടെ ബൗളൂടെ കഴുകി ശകലം വെള്ളം ഒഴിച്ചു നല്ലവണ്ണം അങ്ങ് കുഴയ്ക്കണം. നല്ലോണം വെന്തു ചക്ക. റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ മുകളിലോട്ടൊരു ശകലം പച്ച വെളിച്ചെണ്ണ ഒഴിക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടെ ഇടണം. ചൂടെ കറിവേപ്പില ഉണ്ടെങ്കിൽ ഇട്ടേരെ കേട്ടോ. കറിവേപ്പില ഒരു സ്വാദം എനിക്ക് കുറവായിരുന്നു. അങ്ങനെ നമ്മുടെ ചക്കപ്പുഴുക്ക് റെഡി ആയിട്ടുണ്ട്. ഈ മീൻ ചേച്ചി വെട്ടിയെല്ലാം കൊണ്ടുവന്നിട്ടുണ്ട്. മത്തി നല്ല വലിയ മത്തിയായിരുന്നു. ഇനി നമ്മുടെ പൊടിയരിക്കഞ്ഞി റെഡിയാവുന്നു. കൊതി വരുന്നുണ്ടോ കണ്ടിട്ട്? ഉപ്പൊക്കെ പാകം.
ഓക്കെ, ഇനി ഞങ്ങളുടെ പൊടിയരിക്കഞ്ഞി മീൻകറിയും കൂടെ ആവട്ടെ, എന്നത് ഞാൻ വിളമ്പുന്ന കാണിക്കാവേ. ഇന്ന് ഉച്ചക്കത്തേക്ക് പൊടിയരിക്കഞ്ഞി. പൊടിയരിക്കഞ്ഞി, ചക്കപ്പുഴുക്ക്. ചക്കപ്പുഴുക്ക് അതിൻ്റെ കൂടെ മത്തിക്കറി. ഇത് നോക്കിക്കേ, കഞ്ഞി, ചക്കപ്പുഴുക്ക്, മത്തിക്കറി. ഉച്ചയ്ക്ക് ഇതുപോലെ സൂപ്പറായിട്ട് എന്തുണ്ട്? ഒന്നുമില്ല. ഇതിനെ വെല്ലാൻ ഇതുവരെ ഒരു സംഭവങ്ങളും ഉണ്ടായിട്ടില്ല. കഞ്ഞിയും ഒന്നുകിൽ കപ്പ ഇതുപോലെ വേവിച്ച മീൻകറി, അല്ലെങ്കിൽ ചക്ക വേവിച്ച മീൻകറി. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് എനിക്ക് 100% ഉറപ്പാണ്. ഇത് ഇഷ്ടപ്പെടാത്ത ആരും ഉണ്ടാവില്ല. അപ്പം എല്ലാവരും എൻ്റെ ചാനൽ കാണണേ, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുകയൊക്കെ ചെയ്തു തരണേ.